ongoing thing. എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ഏകദേശം 20-22 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാഠത്തിൽ നിന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്താണെന്നും അതിന്റെ ആൻസേഴ്സ് എന്താണെന്നുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്താണ്? Do you know that a paragraph normally contains a topic sentence in it? It is general in nature and can be anywhere in the paragraph. The other sentences in the paragraph support, prove, give examples and present additional information on the topic sentence. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടോപ്പിക് സെന്റൻസിനെ കുറിച്ചാണ്. എന്താണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്? ഒരു പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട ആശയത്തെയാണ് നമ്മൾ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. അത് പൊതുവായിട്ടുള്ള ആ പാരഗ്രാഫിന്റെ പൊതുവായിട്ടുള്ള ഒരു അന്തസത്തയാണ് നമ്മൾ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. ആ ടോപ്പിക് സെന്റൻസ് പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാവുക. അത് തുടക്കത്തിൽ തന്നെ ആവണമെന്നില്ല. അത് ആ പാരഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അതുണ്ടാവുക. ഇനി ആ പാരഗ്രാഫിലെ മറ്റ് സെന്റൻസുകൾ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ടോപ്പിക് സെന്റൻസിൽ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ, അങ്ങനെയുള്ള അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ബാക്കിയുള്ള ആ പാരഗ്രാഫിലെ സെന്റൻസുകൾ നമുക്ക് നൽകുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഐഡന്റിഫൈ ദ ടോപ്പിക് സെന്റൻസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഒന്നാമത്തെ പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഹൗ മെനി എക്സാമ്പിൾസ് ആർ ഗിവൺ ടു സപ്പോർട്ട് ദ ടോപ്പിക് സെന്റൻസ്, വാട്ട് ആർ ദേ? എത്ര ഉദാഹരണങ്ങൾ ഈ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആ ഒരു ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് ആ ഉദാഹരണങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഒന്നാമത്തെ പാരഗ്രാഫിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ഈ ഒരു പാരഗ്രാഫിൽ ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ട്. ആ ടോപ്പിക് സെന്റൻസിനെ തെളിയിക്കാനും അതിന്റെ കൂടുതൽ ഉദാഹരണങ്ങളുമാണ് ബാക്കിയുള്ള അതിലെ സെന്റൻസുകൾ. അപ്പൊ ഇവിടുത്തെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗമാണ്. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. എന്ന് വെച്ചാൽ ഹോളിവുഡാണ് മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ ഒരു സെന്റൻസ് ആണ് ഇതിലെ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ടോപ്പിക് സെന്റൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാം. ഏതാണ് അത്? ആ 2 ഉദാഹരണങ്ങൾ ഇത്തരത്തിലുള്ള മൃഗങ്ങളായിട്ടുള്ള ആക്ടേഴ്സ്. 2 ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാം. അത് ഒന്ന് റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഒരു അൽസേഷ്യൻ നായയും അതുപോലെ തന്നെ കോലി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ലാസി എന്ന് പറയുന്ന നായയുമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് ഈ രീതിയിൽ എഴുതാം. Topic sentence in the first paragraph is no one can beat Hollywood when it comes to making films with animals in them. ഈ ഒരു പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസ് ഇതാണ്. No one can beat Hollywood when it comes to making films with animals in them. ഇനി 2 examples are given. One is an Alsatian called Rin Tin Tin and the other one is a collie called Lassie. അപ്പൊ നമ്മളിവിടെ ടോപ്പിക് സെന്റൻസ് എന്താണെന്ന് പറഞ്ഞു. അതിന് ഈ ഒരു ടോപ്പിക് സെന്റൻസിനെ പ്രൂവ് ചെയ്യുന്ന, തെളിയിക്കുന്ന 2 ഉദാഹരണങ്ങളും ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Does the second paragraph introduce a new topic sentence? If not, what supporting details about the animal actors of Hollywood do you get from this paragraph? ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം രണ്ടാമത്തെ പാരഗ്രാഫിനെ കുറിച്ചാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പുതിയ ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് നമുക്കിവിടെ കൂടുതലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ? അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസ് തന്നെയാണ് രണ്ടാമത്തെ പാരഗ്രാഫിലും തുടരുന്നത്. പുതിയ ടോപ്പിക് സെന്റൻസ് അവിടെ ഇല്ല. അവിടെ എന്താണ് പുതുതായി കിട്ടിയ ഡീറ്റെയിൽസ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ 3
സബ് ക്വസ്റ്റ്യൻസ് കൂടെയുണ്ട്. വാട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് സ്റ്റാൻഡ്-ഇൻസ്? സ്റ്റാൻഡ്-ഇൻസിനെ കുറിച്ച് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്? അതുപോലെ തന്നെ വാട്ട് ഈസ് ദ പസ്ലിംഗ് ഇൻസിഡന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ പാരഗ്രാഫ് 3? മൂന്നാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു കൺഫ്യൂഷൻ ആക്കുന്ന ആ ഒരു സംഭവം എന്താണ്? സത്യജിത് റായിയെ ആശയക്കുഴപ്പത്തിലാക്കിയ ആ ഒരു സംഭവം എന്താണ്? Which incident shows that animal actors in Hollywood were treated with reverence? ഇവിടെയുള്ള ഏത് സംഭവമാണ് ഈ ഹോളിവുഡിൽ മൃഗങ്ങളെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പരിഗണിച്ചിരുന്നത്, ആനിമൽ ആക്ടേഴ്സിന് വളരെ റെസ്പെക്ട് നൽകിയിരുന്നു എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാത്തിനും കൂടി നമുക്ക് ഈ രീതിയിലൊരു ഉത്തരം എഴുതാം. അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യന്റെയും ആൻസർ എഴുതാം. ഒന്നാമത്തെ കാര്യം, നോ ദർ ഈസ് നോ ന്യൂ ടോപ്പിക് സെന്റൻസ് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ പുതിയ ടോപ്പിക് സെന്റൻസ് ഇല്ല. ഇറ്റ് ഓൺലി എലാബറേറ്റ്സ് ദ ഫസ്റ്റ് ടോപ്പിക് സെന്റൻസ്. ആദ്യം നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പാരഗ്രാഫിലെ ടോപ്പിക് സെന്റൻസിനെ കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്യുക, കൂടുതലായിട്ട് വിശദീകരിക്കുകയാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ ചെയ്തിരിക്കുന്നത്. ഹിയർ വി സീ another animal actor at Disney Studio in Hollywood. നമ്മൾ ഇവിടെ കാണുന്നത് ഹോളിവുഡിലെ ഒരു ആനിമൽ ആക്ടർ, മറ്റൊരു ആനിമൽ ആക്ടർ, ഒരു ഡോഗിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അതിന്റെ സബായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നത്, അതിന്റെ ആൻസേഴ്സും നമുക്കിവിടെ ഉണ്ട്. സ്റ്റാൻഡ്-ഇൻസിനെ കുറിച്ച് എന്ത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്? ഇൻ ഹോളിവുഡ് ദർ ആർ സ്റ്റാൻഡ്-ഇൻസ് ഈവൻ ഫോർ ആനിമൽ ആക്ടേഴ്സ്. അല്ലെ, ഹോളിവുഡിൽ മൃഗങ്ങളായിട്ടുള്ള ആക്ടേഴ്സിന് വരെ സ്റ്റാൻഡ്-ഇൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ഇനി അടുത്ത ചോദ്യത്തിൽ വരുന്നത് ആ പസ്ലിംഗ് ഇൻസിഡന്റ് എന്താണെന്നുള്ളതാണ്. ദ പസ്ലിംഗ് ഇൻസിഡന്റ് ഈസ് സത്യജിത് റായ്സ് എക്സ്പീരിയൻസ് അറ്റ് ഡിസ്നി സ്റ്റുഡിയോ. ഹി വാസ് സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദ മെയിൻ ആക്ടർ ഓഫ് ദ ഫിലിം, എ ലാർജ് ഡോഗ്, റിമെയിൻഡ് വെയർ ഇറ്റ് വാസ് വെൻ ദ ഷൂട്ടിംഗ് വാസ് ഗോയിങ് ഓൺ. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തും ആ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ഈ നായ രംഗത്ത് എവിടെയും വരാത്തതാണ് സത്യജിത് റായിയെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഇനി അതിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഹോളിവുഡിലെ ആനിമൽ ആക്ടേഴ്സിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് പരിഗണിച്ചിരുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഇൻസിഡന്റ് ഓഫ് ബ്രിങ്ങിങ് എ സ്റ്റാൻഡ്-ഇൻ ഫോർ എ ഡോഗ്. യൂഷ്വലി സെലിബ്രിറ്റി ആക്ടേഴ്സ് ഹാവ് സ്റ്റാൻഡ്-ഇൻസ്. സാധാരണഗതിയിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആക്ടേഴ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള സ്റ്റാൻഡ്-ഇൻസ് ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു ആനിമൽ ആക്ടറായ നായയ്ക്ക് വരെ ഈ ഹോളിവുഡിൽ സ്റ്റാൻഡ്-ഇൻസ് ഉണ്ട് എന്നുള്ള സംഭവത്തിൽ നിന്ന് അത്രയും ബഹുമാനത്തോടു കൂടിയാണ് ആനിമൽ ആക്ടേഴ്സിന് ഹോളിവുഡിൽ പരിഗണിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹാഡ് ടു ഫേസ് വൈൽ മേക്കിംഗ് ദ ഫിലിം ബേർഡ്സ്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് തന്റെ പ്രസിദ്ധമായ ഈ ഒരു സിനിമ ബേർഡ്സ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് ഹി ഫേസ്ഡ്? അപ്പൊ നമുക്ക് ഈ രീതിയിൽ എഴുതാം. Alfred Hitchcock needed a variety of birds, especially ravens, for his film Birds. It was not easy to get trained birds. അപ്പോൾ അദ്ദേഹം നേരിട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് അദ്ദേഹത്തിന് പല തരത്തിലുള്ള പക്ഷികളെ ആവശ്യമായിരുന്നു. പ്രത്യേകിച്ചും റേവൻസ് എന്ന് പറയുന്ന ബലിക്കാക്കകൾ അദ്ദേഹത്തിന് കൂടുതലായിട്ട് വേണ്ടിയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പക്ഷികളെ, പരിശീലനം ലഭിച്ച പക്ഷികളെ കിട്ടുക അത്ര എളുപ്പമായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ഈസി ടു ഗെറ്റ് ട്രെയിൻഡ് ബേർഡ്സ്. ഇനി നാലാമത്തെ ചോദ്യം. ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റേവൻസ് ഫോർ ഹിസ് ഫിലിം? എങ്ങനെയാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് കുറെ അധികം റേവൻസിനെ സംഘടിപ്പിച്ചത്? അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തത്? അപ്പോൾ അദ്ദേഹം ചെയ്തത് പരസ്യം കൊടുത്തു എന്നുള്ളതാണ്. ഹി പ്ലേസ്ഡ് അഡ്വർടൈസ്മെന്റ്സ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആസ്കിംഗ് ഫോർ പീപ്പിൾ ഹു ഹാഡ് ട്രെയിൻഡ് റേവൻസ് വിത്ത് ദം. ഇത്തരത്തിൽ പക്ഷികൾ ട്രെയിനിങ് കൊടുത്ത പക്ഷികളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ് അദ്ദേഹം കൊടുത്തത്. ദെൻ എ മാൻ റെസ്പോണ്ടഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഹി ഹാഡ് സം ട്രെയിൻഡ് റേവൻസ് വിത്ത് ഹിം. അപ്പോൾ അയാളുടെ കയ്യിൽ കുറച്ച് പരിശീലനം കൊടുത്ത പക്ഷികൾ, റേവൻസ് ഉണ്ടായിരുന്നു.
ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് പ്രിറ്റി ഇംപ്രസീവ്? എന്തിനെയാണ് ഇവിടെ പ്രിറ്റി ഇംപ്രസീവ്, വളരെയധികം ഇംപ്രസീവ് ആയ ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? It was impressive to see 50 ravens perching quietly in a row on a specified spot, obeying the order of the trainer. ഈ ട്രെയിനർ കൊടുത്ത നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ 50 റേവൻസ് ആ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒന്നിനു പുറകെ ഒന്നായി ചേക്കേറി. അയാൾ പറഞ്ഞ ആ ഒരു നിർദ്ദേശം അംഗീകരിച്ച് അതിനനുസരിച്ച് ഈ പക്ഷികൾ പ്രവർത്തിച്ചു. അതാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ മെയിൻ ടോപ്പിക് ഓഫ് ദി ആർട്ടിക്കിൾ ഫ്രം പാരഗ്രാഫ് 8. പാരഗ്രാഫ് 8 മുതൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ടോപ്പിക്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഈ ഒരു പാരഗ്രാഫ് മുതൽ പറയുന്നത് എങ്ങനെയാണ് ടൈഗറിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്നത്, മൃഗങ്ങളെ സിനിമയിൽ എങ്ങനെ കാണിക്കാം, പ്രത്യേകിച്ചും ഒരു ടൈഗറിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സത്യജിത് റായ് തൻ്റെ സിനിമ ഷൂട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് അതർ ഡീറ്റെയിൽസ് ആർ ഗിവൺ അബൌട്ട് ദ ടോപ്പിക് ഇൻ ദ പാരഗ്രാഫ്. ഈ ഒരു പാരഗ്രാഫിൽ മറ്റ് എന്തെല്ലാം വിവരങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അതായത് ടൈഗറിനെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ മറ്റെന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. In the film Gooby Gine Bhaga Bine, Gooby and Bhaga come across a tiger that is walking about in the forest. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ, സിനിമയുടെ പേര് ഗൂബി ഗൈൻ ഭാഗ ബൈൻ, ആ സിനിമയിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഗൂബിയും ഭാഗയും. അപ്പോൾ ഇവർ രണ്ടുപേരും കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കടുവയെ കാണുന്നു. അത് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു കടുവ. The two characters become frightened at the sight, but the tiger does not attack them. അപ്പോൾ ഇവർ രണ്ടുപേരും പേടിച്ച് വിറച്ചു നിൽക്കുന്നു. എന്നാൽ ഈ കടുവ ഇവരെ ഉപദ്രവിക്കുന്നില്ല. അത് തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകുന്നു. It returns to the bamboo grove without paying any attention to them. അല്ലെ, അവരെ മൈൻഡ് വെക്കാതെ അത് കുറച്ച് സമയം അതിലൂടെ നടന്ന് തിരിച്ച് കാട്ടിലേക്ക് കയറിപ്പോകുന്നു. ഇനി അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. ഹൗ ഡിഡ് റായ് മാനേജ് ടു ഗെറ്റ് എ ടൈഗർ? എവിടെ നിന്നാണ് സത്യജിത് റായ്ക്ക് ഒരു ടൈഗറിനെ ലഭിച്ചത്? He managed to get a tiger from the Bharat Circus. ഭാരത് സർക്കസിൽ നിന്നാണ് ടൈഗറിനെ സംഘടിപ്പിച്ചത്. Which was performing shows in Calcutta at that time. ആ സമയത്ത് കൽക്കട്ടയിൽ അവരുടെ പ്രദർശനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഭാരത് സർക്കസിന്റെ പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ടൈഗറിനെ സത്യജിത് റായ് സംഘടിപ്പിച്ചത്. ഇനി ഒൻപതാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റിംഗ് മാസ്റ്റർ ഇൻ സർക്കസ്? ഒരു സർക്കസിൽ റിംഗ് മാസ്റ്ററുടെ പ്രാധാന്യം എന്താണ്? എ റിംഗ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസസ് വേരിയസ് ആക്ട്സ് ഇൻ സർക്കസ് ഷോ ആൻഡ് ഗൈഡ്സ് ദ ഓഡിയൻസ്. അപ്പോൾ ഒരു റിംഗ് മാസ്റ്റർ എന്ന് വെച്ചാൽ ആ സർക്കസിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ആള്, അല്ലെങ്കിൽ ആ ഓഡിയൻസിന്, കാണികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആള്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ ഈ പെർഫോമൻസിന് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ആൾ കൂടിയാണ് റിംഗ് മാസ്റ്റർ. ഇനി പത്താമത്തെ ചോദ്യം. വാട്ട് വേർ ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ഇൻ ബ്രിങ്ങിങ് ദ ടൈഗർ ബിഫോർ ദ ക്യാമറ? ഈ ഒരു കടുവയെ ക്യാമറയുടെ മുൻപിൽ കൊണ്ടുവരാൻ അവർ നേരിട്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പ്രധാനമായിട്ടും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്കണ്ഠകൾ, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. The main difficulties were how to show the tiger alone in the scene without the trainer. ഈ ട്രെയിനർ ഇല്ലാതെ കടുവയെ സ്വന്തം മാത്രമായിട്ട് എങ്ങനെ കാണിക്കാം? Was it safe to send the tiger freely into the grove? ഇതിനെ ഫ്രീ ആയിട്ട് ഈ തോപ്പിലേക്ക്, ഈ തുറന്ന സ്ഥലത്തേക്ക് വിടുന്നത് സേഫ് ആണോ? അതുപോലെ തന്നെ how to show Gooby, Bhaga and the tiger at least in one shot. ഇവരെ 3 പേരെയും ഒരു ഷോട്ടിലെങ്കിലും ഒരുമിച്ച് കാണിക്കുന്നത് എങ്ങനെ?
തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഇനി 11ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദി എക്സ്പ്രഷൻ ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ മീൻ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് സത്യജിത് റായ് മനസ്സിൽ വിചാരിച്ചു, വെദർ ഹിസ് പ്ലാൻസ് ആർ ഗോയിങ് ഡൗൺ ദ ഡ്രെയിൻ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ എന്നുള്ള ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം, ദ എക്സ്പ്രഷൻ മീൻസ് ദ എഫേർട്സ് ഗെറ്റിംഗ് വേസ്റ്റഡ്, ചെയ്ത പ്രവർത്തികൾ വെറുതെ ആയി പോവുക. ഗെറ്റിംഗ് നോ റിസൾട്ട് ഫ്രം വർക്ക്, ഒരു ചെയ്ത കാര്യത്തിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകാതായി പോവുക, വേസ്റ്റ് ആയി പോവുക, ചെയ്ത പ്രവൃത്തി വെറുതെ ആയി പോവുക എന്നൊക്കെയാണ് ഈ ഒരു ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ എന്നുള്ളതിന്റെ അർത്ഥം. ഇനി 12ാമത്തെ ചോദ്യം, വാട്ട് വാസ് മിസ്റ്റർ തോററ്റ്സ് സജഷൻ ടു കൺട്രോൾ ദ ടൈഗർ? ഇവിടെ മിസ്റ്റർ തോററ്റ് പറഞ്ഞ നിർദ്ദേശം എന്താണ്? ഈ കടുവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ തോററ്റ് പറഞ്ഞ നിർദ്ദേശം എന്താണ്? അപ്പോൾ മിസ്റ്റർ തോററ്റ് പറഞ്ഞ ഒരു പ്ലാൻ ഇതാണ്. മിസ്റ്റർ തോററ്റ് സജസ്റ്റഡ് പുട്ടിംഗ് എ റിംഗ് അറൌണ്ട് ദ നെക്ക് ഓഫ് ദ ടൈഗർ. അപ്പോൾ അത് ടൈഗറിന്റെ കഴുത്തിൽ ഒരു റിംഗ് ഇടുക. ദ റിംഗ് വുഡ് ബി ഹുക്ഡ് ടു എ ലെങ്ത് ഓഫ് വയർ. എന്നിട്ട് ആ റിംഗിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുക. വിച്ച് ഈസ് തിൻ ബട്ട് സ്ട്രോങ് സോ ദാറ്റ് ദ ടൈഗർ ഡസ് നോട്ട് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. അപ്പോൾ അതുകൊണ്ട് അത് വളരെ തിന്നായിരിക്കണം, എന്നാൽ നല്ല ബലമുള്ളതായിരിക്കണം. അപ്പോൾ ഒരിക്കലും ഈ കടുവ ഇവരുടെ നിയന്ത്രണത്തിന്റെ പുറത്തേക്ക് പോകില്ല. അടുത്തത് 13ാമത്തെ ചോദ്യം, വാട്ട് മെയ്ഡ് റായ് തിങ്ക് ഓഫ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ? ടൈഗർ സ്കിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കോളറിനെ കുറിച്ച് സത്യജിത് റായ് പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, റായ് തോട്ട് ഓഫ് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ബിക്കോസ് ദ നെക്ക് കുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ ആൻഡ് ഇറ്റ് മൈറ്റ് സ്പോയിൽ ദ സീൻ. അപ്പൊ ഈ ഒരു വയർ ഉപയോഗിച്ചാൽ അത് കഴുത്തിൽ ആ ഒരു അടയാളം ഉണ്ടാക്കും. അപ്പോൾ ആ സീനിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു ടൈഗറിന്റെ അതേ സ്കിൻ കളറുള്ള ഒരു കോളർ തന്നെ കടുവയുടെ കഴുത്തിലിടാൻ സത്യജിത് റായ് തീരുമാനിച്ചത്. ഇനി 14ാമത്തെ ചോദ്യം, വൈ ഡിഡ് മിസ്റ്റർ തോററ്റ് ബ്രിങ് 2 tigers ഇൻസ്റ്റെഡ് ഓഫ് 1? എന്തുകൊണ്ടാണ് ഇവിടെ മിസ്റ്റർ തോററ്റ് ഒരു ടൈഗറിനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ 2 ടൈഗറിനെ കൊണ്ടുവന്നത്? Mr. Thorett brought 2 tigers because if one of them was not good enough, they could use the other. അതിൽ ഒരെണ്ണം വേണ്ട രീതിയിൽ അഭിനയിച്ചില്ലെങ്കിൽ മറ്റേതിനെ ഉപയോഗിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് 2 ടൈഗറിനെ കൊണ്ടുവന്നത്. ഇനി 15ാമത്തെ ചോദ്യം, വൈ വാസ് മിസ്റ്റർ തോററ്റ് ടേക്കൺ അബാക്ക്? ടേക്കൺ അബാക്ക് എന്ന് വെച്ചാൽ നിരാശനാവുക, ദുഃഖിതനാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. Mr. Thorett was taken aback because the tiger, instead of walking sedately in a dignified manner, started prancing around with tremendous enthusiasm. It behaved in an unexpected manner. അപ്പോൾ ഇവിടെ മിസ്റ്റർ തോററ്റ് നിരാശനായത് അല്ലെങ്കിൽ ഭയപ്പെട്ടു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, സാധാരണ രീതിയിൽ ശാന്തനായി നടക്കേണ്ട ആ ടൈഗർ അതിലൂടെ ഓടാനും ചാടാനും മറിയാനും തുടങ്ങിയപ്പോൾ അദ്ദേഹം ആകെ നിരാശനായി മാറി എന്നാണ്. അപ്പൊ ഇവിടെ പ്രാൻസിങ് അറൗണ്ട് എന്ന് വെച്ചാൽ ഉരുണ്ട് മറിയുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ട്രമൻഡസ് എന്തൂസിയാസം എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ. അപ്പൊ ഇവര് പ്രതീക്ഷിച്ച പോലെ അല്ല ഈ ഒരു ടൈഗർ പെരുമാറിയത്. ഇറ്റ് ബിഹേവ്ഡ് ഇൻ ആൻ അൺഎക്സ്പെക്ടഡ് മാനർ. അപ്രതീക്ഷിതമായ രീതിയിലുള്ള പെരുമാറ്റം. അതാണ് മിസ്റ്റർ തോററ്റിനെ നിരാശനാക്കിയത്. ഇനി 16ാമത്തെ ചോദ്യം, വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ടൈഗേഴ്സ് അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ? എന്തായിരിക്കാം ഈ കടുവയുടെ ഈ രീതിയിലുള്ള പ്രതികരണത്തിന്റെ കാരണം? അപ്പൊ അതിന്റെ കാരണം, the tiger got excited at the sudden freedom and the sight of a large crowd. അപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടതും അതുപോലെ പെട്ടെന്ന് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം, അതിനെ തുറന്നു വിടുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ആ ഒരു സ്വാതന്ത്ര്യവും പിന്നെ ഈ ആളുകളെയൊക്കെ കണ്ടപ്പോഴാണ് അത് വളരെ എക്സൈറ്റഡ് ആയി മാറിയത്. ഇനി 17ാമത്തെ ചോദ്യം, ഹൗ ഡസ് റായ് ഡിസ്ക്രൈബ് ദ സിറ്റുവേഷൻ ഹ്യൂമറസ്ലി?
ഈ ഒരു സംഭവം, അതായത് ഈ കടുവയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥ അദ്ദേഹം വളരെ തമാശ രീതിയിൽ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് സത്യജിത് റായ് ഈ ഒരു സംഭവം തമാശ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്? അപ്പൊ ഈ ഒരു സംഭവം തമാശ രൂപത്തിൽ സത്യജിത് റായ് പറയുന്നത്, റായ് ഡിസ്ക്രൈബ്സ് ദ സീൻ humorously by saying that they were watching a new strange kind of circus for free. ഒരു പുതിയ തരം സർക്കസ് സൗജന്യമായി ടിക്കറ്റ് ഒന്നും എടുക്കാതെ അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞത്. ഇനി 18ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് റായ് മീൻ വെൻ ഹി സെഡ് ദിസ് ഷുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി? ഇതുകൊണ്ട് കഥ അവസാനിച്ചേനെ എന്ന് സത്യജിത് റായ് പറയാനുണ്ടായ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് കഥ തീരേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? One might think that shooting the scene with the tiger was successful. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആവശ്യം കഴിഞ്ഞു എന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. But Rai says that the story does not end there, as he had to shoot the scenes again because the camera failed to work properly. ക്യാമറ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് വീണ്ടും അത് റീഷൂട്ടിംഗ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആദ്യത്തെ സംഭവം കൊണ്ട് കഥ തീർന്നില്ല. ഇനി 19ാമത്തെ ചോദ്യം, why was Mr. Thorett asked to give it another go? എന്തുകൊണ്ടാണ് മിസ്റ്റർ തോററ്റിനോട് ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞത്? Mr. Thorett was asked to give it another go because the first shooting at Nottingham was a failure. The shots they took were not clear, so Rai requested Mr. Thorett to do everything once again. ആദ്യത്തെ സ്ഥലത്ത് നിന്ന് എടുത്ത ഷോട്ട്സ് ഒന്നും വ്യക്തമായിരുന്നില്ല, സീനുകളൊക്കെ ഇരുണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഷോട്ട്സ് സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സത്യജിത് റായ് മിസ്റ്റർ തോററ്റിനോട് വീണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇനി 20ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ മാജിക് പെർഫോംഡ് ബൈ ദ ടൈഗർ? ഇവിടെ ടൈഗർ ചെയ്തു എന്ന് പറയുന്ന മാജിക് എന്താണ്? The tiger emerged from the cage with a loud roar and charged at the villagers. അപ്പോൾ കടുവ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി അവിടെ കൂടി നിന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ആ നാട്ടുകാരുടെ നേരെ ചാടി. This helped the shooting team to get rid of the crowd. അപ്പോൾ ഇത് ശരിക്കും വളരെ ഉപകാരപ്രദമായി, കാരണം ഈ ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു. It was like a magic performed by the tiger. അപ്പോൾ ടൈഗർ ചെയ്ത ഒരു മാജിക് ആയിട്ടാണ് സത്യജിത് റായ് അതിനെ പറയുന്നത്. ഇനി 21ാമത്തെ ചോദ്യം, വാട്ട് വാസ് റിയലി റിക്വയർഡ് ഓഫ് ദ ടൈഗർ ഇൻ ദാറ്റ് സീൻ? യഥാർത്ഥത്തിൽ ഈ ഒരു സീനിൽ ടൈഗർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? It was required to come out of the bamboo grove and pace quietly to the spot that was chosen without paying any attention to Gobi and Bhaga. അതായത് ഈ പറയുന്ന മുളങ്കാട്ടിൽ നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് സാധാരണ രീതിയിൽ നടക്കുക, ഗോപിയെയും ഭാഗയെയും മൈൻഡാക്കാതെ തിരിച്ച് കാട്ടിലേക്ക് കയറി പോവുക. ഇതാണ് ടൈഗർ ചെയ്യേണ്ടിയിരുന്നത്. ഇനി 22ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് റായ് ആൻഡ് ഹിസ് ടീം റിയലൈസ് 2 days later? 2 ദിവസത്തിന് ശേഷം സത്യജിത് റായും അദ്ദേഹത്തിന്റെ ടീമും മനസ്സിലാക്കിയത് എന്താണ്? Rai and his team realized 2 days later that the shot they took were perfect for the film. Rai and his team realized 2 days later that the shots they took were perfect for the film. അവർ മനസ്സിലാക്കി അവരെടുത്ത ഷോട്ട്സ് സിനിമയ്ക്ക് യോജിക്കുന്ന അനുയോജ്യമായ സീനുകളാണ്, വ്യക്തതയുണ്ട് സീനുകൾക്ക്, അത് സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്